ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പുറത്തെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമില്ല, വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഹോട്ടൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ചായടി പുറത്ത് നോക്കാൻ കേട്ടോ. വേറെ നല്ല കുട്ടികളെ കുളിയും മാറ്റുമല്ലോ, അതുപോലെ നമ്മളെ ചായടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും 9 മണി നല്ല 12 മണിയായാലും നമ്മൾ എത്തേണ്ടടുത്ത് എത്തൂല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു ഹോട്ടലിന് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഇച്ചൂസ് നല്ല ചൊടിയിലാണ്. എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ കയറിയാൽ പിന്നെ മൂന്നാക്കും മുമ്പ് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള അടിയാണ്. മോന് സുവിനത്തിന് വലുപ്പം വെച്ചുകൊണ്ട് ഓനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ബേക്ക് ഇരിക്കട്ടോ. പക്ഷേ ഇവർ രണ്ടാൾ പറഞ്ഞാൽ കേൾക്കൂല. ഇച്ചൂസും ഇന്നൂസും ഫുൾ അടി കേട്ടോ. മുന്നിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്നെ മുന്നിലിരുത്താന്ന് പറഞ്ഞിട്ട് ഇച്ചൂസിന് നമ്മളങ്ങ് സോപ്പ് ഇട്ടിട്ടോ. പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. മുന്നിലിരുന്നത് ഇന്നൂസ് തന്നെ ആയിരുന്നേ. പിന്നെ നമ്മൾ ചായ കുടിച്ചൊക്കെ തുടങ്ങി. അങ്ങനെ പൊറാട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇവർ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നൂസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നൂസിന് പഴംപൊരി വാങ്ങിക്കൊടുത്തിട്ടോ. പക്ഷേ അതും ആൾ കഴിച്ചില്ല. പിന്നീട് ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഇവന് ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് നിൽക്കേണ്ട ഒരു ഫ്രണ്ട് മിൽക്കി ബാറിൻ്റെ പാക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂത്ത് ഫെസ്റ്റാണ്. അതായത് യുവക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി പേരാമ്പ്ര വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും പോകണമെന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അവർക്കുള്ള ക്ലാസ്സും പിന്നെ അതുപോലെ കൗൺസിലിങ്ങും കാര്യങ്ങളും വേറെ കുറേ പ്രോഗ്രാംസൊക്കെ ആയിട്ട് അവരെ നോക്കാൻ വേണ്ടി വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിട്ട്, പക്ഷേ ഇച്ചൂസ് പോയില്ല കേട്ടോ. ഇച്ചൂസും ഇന്നൂസും പോയില്ല. ഇന്നൂസ് പിന്നെ ചെറുതല്ലേ. പക്ഷേ ഇച്ചൂസിന് 4 വയസ്സൊക്കെ ആയതുകൊണ്ടിട്ട് അവർ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾ പോയില്ല. നമ്മൾ വൈത്താലെ വന്നിട്ടോ. അങ്ങനെ അവിടെ കയറുന്ന സമയത്ത് തന്നെ നമ്മളെ ഫോൺ നമ്പറും പേരൊക്കെ അവിടെ കൊടുക്കേണ്ടിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ നമ്പറും പേരൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതൊക്കെ പറഞ്ഞെടുക്കാം കേട്ടോ. മോനൂസിനെ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവരങ്ങ് കൊണ്ടുപോയി. പിന്നെ നമുക്ക് വൈകുന്നേരം ആയിട്ട് ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊക്കെ കഴുത്തിലൊക്കെ ഇട്ടെടുത്തു. പിന്നെ ഞാനും അതിട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ തന്നെ ഒരു ഹോള് മാതിരിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെറിയൊരു പരിപാടിയാണ്. വേറെ നല്ല യൂത്ത് കേഫിൻ്റെ കേട്ടോ. ഞാൻ നേരത്തെ യൂത്ത് ഫെസ്റ്റ് എന്ന് പറഞ്ഞു. യൂത്ത് കേഫിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം. അപ്പോൾ ഇച്ചൂസും ഇന്നൂസും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ടാൾക്കെൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ആദ്യത്തെ പോലെ അല്ല കേട്ടോ. അപ്പോൾ രണ്ടാൾക്കനെ വിടൂല. ആദ്യം രണ്ടാൾ എന്നെ എന്നിട്ട് വിടാണ്ടായത് ചെറുതാകുമ്പോൾ. ഇപ്പം പിന്നെ ഇക്കനെ വിടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇക്കൻ്റെ അടുത്ത് ഇരിക്കട്ടെ, നേരം എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഒരുവിധ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വാഗതം നിർവഹിച്ചു, അതുപോലെ അധ്യക്ഷത കഴിഞ്ഞു, പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിൽഡ്രൻസ് കേഫിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് 2 വ്യക്തികളാണ് കേട്ടോ. ഒന്ന് ഹുദാഷമയും അതുപോലെ തന്നെ ഹാദി ഓമശ്ശേരി പറഞ്ഞിട്ടുള്ള 2 വ്യക്തികളാണ് കേട്ടോ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹാദി ഓമശ്ശേരി ഒരു ജിഹിദ് ട്രെയിനറാണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്, സോളിറ്റാരിറ്റി സെക്രട്ടറി കൂടിയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഹുദാ ഷെമി എന്ന് പറയുന്ന വ്യക്തി ലൈഫ് കോച്ചാണ്, അതുപോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. പിന്നെ അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറിയും പിന്നെ ജിഹിദ് വനിതയും കൂടിയാണ് ആൾ. അപ്പോൾ ഇവർ രണ്ടുപേരും കുട്ടികൾക്ക് ചിത്രരചന, മെൻ്റലിസം, മെമ്മറി പവർ ആൻഡ് ട്രിക്സ്, പ്രസംഗ പരിശീലനം, അതുപോലെ തന്നെ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്, പഠിക്കാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ. അപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ്സാണെന്നാണ് കേട്ടോ. അപ്പോൾ ബോനസിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിവിടെ പണി എന്താ വെച്ചാൽ ഇന്നൂസ് ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പൈസ കിട്ടും കേട്ടോ. പൈസ എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ രൂപത്തിൽ 5, 2 രൂപ, 1 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് പോയി വാങ്ങാൻ പറ്റും. അതിൽ നമുക്ക് കുട്ടികൾക്ക് മിഠായിയോ അതുപോലെ ഉപ്പിലിട്ടതോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ടോ. ഒക്കെ കാണികളിൽ ഒരാളായിട്ടാണ് ഇരുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇസാക്ക് എന്ന് പറഞ്ഞ് പേരെടുത്ത് വിളിച്ചപ്പം അങ്ങനെ പോയി പാട്ടൊക്കെ പാടാണേ. ഇവിടെ നമ്മൾ താമസിക്കാൻ വന്നതിന് ശേഷം ഇവിടെ ഒരുവിധം എല്ലാവർക്കും അറിയട്ടൊക്കെ പാട്ട് പാടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും മുൻപിട്ട് തന്നെ വിളിക്കും കേട്ടോ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒക്കെ പോയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് പരിപാടി ഒന്നും കൂടി കളർഫുൾ ആക്കും കേട്ടോ.
കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടും. അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്ന ആളുകളായിട്ട് ഇതൊക്കെ. അപ്പോൾ മറ്റുള്ളവരെ എനിക്ക് വീഡിയോസ് എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ മിഠായി വാങ്ങലും ഉപ്പിലിട്ട വാങ്ങുന്നൊക്കെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ആൾ വീഡിയോ എടുക്കുക കേട്ടോ. ഞാൻ പൈസയും കൊണ്ട് പോയിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ ഉപ്പിലിട്ട വാങ്ങാൻ വേണ്ടിയിട്ട് 5 രൂപ എന്നോട് വാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ടു. അപ്പോൾ നമ്മളതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. കാരണം പൈസ കണ്ടിട്ടാട്ടോ ചിരിക്കുന്നത്, വേറെ ഒന്നല്ല. അപ്പോൾ ചായയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഐറ്റംസ് മാത്രമല്ല, നമുക്ക് ചായയൊക്കെ അവിടുന്ന് അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ. അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നുമല്ല, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചായയൊക്കെ ഇട്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചായ, വെള്ളം എന്ത് വേണമെങ്കിലും വാങ്ങി കുടിക്കുക കേട്ടോ. അഞ്ചാമതായിട്ട് ചോദിക്കുന്നത് പരസ്പര വിശ്വാസമുണ്ടോ? വളരെ പ്രധാനപ്പെട്ടതാണിത് അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണിത്. നിങ്ങൾ ആരോടെങ്കിലും ഒരു പ്രസ്ഥാന പ്രവർത്തകയോട് എൻ്റെ ഹസ്ബൻഡ് മിണ്ടുന്ന കാണുമ്പോഴത്തേക്കും ഇപ്പുറത്ത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവാറുണ്ടോ? നിങ്ങളുടെ ബന്ധത്തിന് എവിടെയോ ചില പാകപ്പിഴ ഉണ്ട് എന്നാണ് അവരുടെ അർത്ഥം. ഇനി വൈഫ് ആരോടെങ്കിലും മിണ്ടുന്ന സമയത്തല്ലേ മൂത്താപ്പാന്റെ മോൻ്റെ അടുത്ത്, എന്താ നിന്റെ മൂത്താപ്പാന്റെ മോൻ്റെ അടുത്ത് ഇത്രക്കും നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? എൻ്റെ ഉപ്പ ഇന്ന പണ്ടെങ്ങാനും ആലോചിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം. അത് തമാശയോടുകൂടി പറയുന്നവരുടെ, അത് രസകരമായിട്ട് ഏറ്റെടുക്കുന്ന ദാമ്പത്യമൊന്നുമില്ല. അങ്ങനെയാണോ നിങ്ങൾ ചെയ്യാറുള്ളത്? അതല്ല, പരസ്പര വിശ്വാസമില്ലായ്മയുടെ ഒരു കണിക എവിടെയോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടി ഇങ്ങനെയല്ലേ ചോരയും ചലവൊക്കെ എല്ലാം അതിൽ നിന്ന് വരാറുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ചോദിക്കുന്നത് അല്ലേ, നല്ല കുതിരയാണല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോഴേ, നല്ല കുതിര മാത്രമല്ല നല്ല പടയോട്ടക്കാരൻ കൂടിയാണ് എൻ്റെ പേരക്കുട്ടി എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ് കേട്ടോ ഇവരെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കേട്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് എല്ലാം കൂടി ഷെയർ ചെയ്യുമ്പം വളരെ ലെങ്ത്തായി പോകും വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ ചുരുക്കി മാത്രം ഞാനൊരു കാര്യം പറയാം. ഇതിൽ എനിക്ക് ഏറ്റവും എന്നെ സ്പർശിച്ചതെന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ പറ്റിയിട്ട്. അപ്പം ചിലർക്ക് ഒരു ധാരണ ഉണ്ട്, സ്ത്രീകൾ ജോലിക്ക് പോകാമെന്ന് പറയുമ്പോൾ എന്തോ വൃത്തികേടാണ് അല്ലെങ്കിൽ എന്തോ മോശം പരിപാടിയാണെന്നൊക്കെ ഉള്ള ഒരു ധാരണ ഈ ആണുങ്ങൾക്കുണ്ട്. നിങ്ങൾ പോയി പണിയെടുത്തിട്ട് വേണ്ട ഇവിടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ സ്ത്രീകൾ പണിക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ചില ആണുങ്ങൾക്കുണ്ട് കേട്ടോ. എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മിക്കവാറും ആണുങ്ങൾക്ക് അങ്ങനത്തെ ചിന്താഗതികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കൂലല്ലേ. ഭാര്യയും ഭർത്താവും ഒരുപോലെ അധ്വാനിച്ചാലേ നമുക്കൊന്ന് കുടുംബം പുലർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ കേട്ടോ ഈ ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു വൈരാഗ്യം ദേഷ്യമൊന്നും വരേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ നിന്നാണ് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്നിട്ട് ഓൺലൈനായിട്ട് പല ജോലികൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് വീട്ടിൽ നിന്ന് എന്നെപ്പോലെ യൂട്യൂബ് വരുമാനത്തിൽ കൂടി വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ മോശമായിട്ട് പറയുക അല്ലെങ്കിൽ എതിർപ്പ് കാണിക്കുകയോ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിനെ പറ്റിയിട്ട് കുറേ ക്ലാസ്സൊക്കെ ആളെടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ എന്നെ സ്പർശിച്ച ആ ഒരു കാര്യം തന്നെ കേട്ടോ, നമ്മൾ സ്ത്രീകൾ വരുമാനം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്. കുറേ കാര്യങ്ങൾക്കിടയിൽ ഈ കാര്യം മാത്രം ഞാൻ പോയിന്റ് ആയിട്ട് എന്താ നോട്ട് ചെയ്ത് നിൽക്കുന്നതിനോട് ഞാൻ പറയുമ്പോൾ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് വളരെയധികം ഞാൻ ആ ഒരു കാര്യത്തിനോട് യോജിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായത്. ഞാൻ ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് എടുത്തറിയേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അടുത്തത് ശ്രീ ടി ഇസ്മായിൽ നടത്തിയൊരു ക്ലാസ്സാണ്. അത് സാമ്പത്തിക ജീവിതത്തിനെ പറ്റിയിട്ടാണ്. അതും ഇതുപോലെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പലിശേൻ്റെ കാര്യങ്ങളും, പലിശ നമ്മൾ കുറേ കൊടുത്തിട്ടും അല്ലാണ്ടൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു ക്ലാസ് ആയിട്ട് അതും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ തീരെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫുൾ കരച്ചിലാണ് ആൾ. അപ്പോൾ അവനെ ഞാനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് നല്ലോണം കേൾക്കാൻ പറ്റാത്ത ഒരു വിഷമമൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഏറ്റവും ഗൗരവം കുറഞ്ഞത് തന്നെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. കച്ചവടവും പലിശയും ഒരുപോലെയാണ് എന്ന് പറയുന്നവർക്ക് കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്. അങ്ങനെയല്ല, കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കിയിരിക്കുന്നു എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് നിസ്കരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവതാ ഇവൻ്റെ അവസ്ഥ ഇതന്നെയാണ് കേട്ടോ. ഇപ്പോഴും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ ഫുഡൊക്കെ കഴിച്ചു. അതേപോലെ തന്നെ എച്ചൂസിനും ഒക്കെ തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അടുത്ത സെക്ഷന് വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളും മാത്രമായാലും നമുക്ക് ബോറടിക്കില്ല. അതുകൊണ്ടിട്ട് തന്നെ അവർ പ്രത്യേക എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടേ.
പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ശ്രീ ഇസ്മായിൽ നൊച്ചാട് എന്ന് പറഞ്ഞ ആൾ പ്രത്യേകമായിട്ട് തന്നെ ഡെയിലി ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരപ്രദം തന്നെയാണ്, പ്രത്യേകിച്ച് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് പല ടിപ്സ്, കൈമുറിഞ്ഞാൽ അതുപോലെ പൊള്ളലേറ്റാലുള്ള കാര്യങ്ങളൊക്കെ ആൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരാളവിടെ തല ചുറ്റി വീണു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരാൾ വീഴാന്നൊക്കെ പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും ആളുകളൊക്കെ കൂടിട്ടോ. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായത് അത് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് വീണ് കാണിച്ചതാട്ടോ. പിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പായസമൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ മോനസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഇവരെ നമ്മളെ സമ്മതിക്കാത്തതുകൊണ്ട് ഇവരൊന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് അവിടെ പുരിലൊക്കെ വന്നിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും ഇവിടെ വന്നാൽ നമുക്ക് നഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെ വരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.